കോൺഗ്രസിൽ മുഖ്യമന്ത്രി പദത്തിനായി അവകാശവാദം ഉന്നയിക്കുന്ന നേതാക്കളെക്കാൾ ഒരുപടി മുന്നിലോ കെ.സി. വേണുഗോപാൽ എന്ന് ചിന്തിച്ചു പോകും. കാരണം അയാൾ ഒരുക്കുന്ന ഫാൻ ബേസ് അത്രയ്ക്ക് വലുതാണ്. ദേശീയ രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ സാന്നിധ്യമായ കെ.സി. വേണുഗോപാൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഹൈക്കമാൻഡിന്റെ വിശ്വസ്തൻ എന്ന നിലയിൽ രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടിനെയും കർണാടകയിൽ സിദ്ധരാമയ്യയും മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന ദേശീയ നേതൃത്വത്തിന്റെ അതേ തന്ത്രം കേരളത്തിലും ആവർത്തിക്കപ്പെടുമോ എന്ന ചർച്ചകൾക്ക് രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ ഇപ്പോൾ വലിയ പ്രാധാന്യമുണ്ട്. മുഖ്യമന്ത്രിയാകാനില്ല എന്ന് ആവർത്തിക്കുമ്പോഴും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അദ്ദേഹം കേരളത്തിൽ നടത്തുന്ന ഇടപെടലുകൾ എതിർ പാർട്ടികളെ വിറപ്പിക്കുകയാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ എന്ന ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിനൊപ്പം തന്നെ കേരളത്തിലെ ജനകീയ പ്രശ്നങ്ങളിലും അദ്ദേഹം സജീവമാവുകയാണ്. UDFന്റെ പ്രകടന പത്രികയ്ക്ക് കരുത്തു പകരുന്ന രീതിയിലുള്ള ജനസമ്പർക്ക പരിപാടികളാണ് അദ്ദേഹം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പാലക്കാട്ടെ നെൽ കർഷകരും ആലപ്പുഴയിലെ യുവ കർഷകരുമായും നടത്തിയ കൂടിക്കാഴ്ചകളും എറണാകുളത്തെ സ്റ്റാർട്ടപ്പ് സംരംഭകർ, തിരുവനന്തപുരത്തെ ഗിഗ് തൊഴിലാളികൾ എന്നിവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേട്ടതും ഇതിന് വലിയ തെളിവാണ് നൽകുന്നത്. വിലക്കയറ്റം സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ആലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളി വീടുകളിൽ എത്തി മനസ്സിലാക്കാനും ശ്രമിക്കുകയായിരുന്നു. തിരുവനന്തപുരത്തെ വ്യവസായ പ്രമുഖരുമായി ചർച്ച നടത്തി ചുവപ്പ് നാട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് അദ്ദേഹം ഉറപ്പും നൽകി. കർദിനാൾ മാർ ജോർജ് കുവക്കാട്, മാർ തോമസ് തറയിൽ എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചകളും ഇൻഫാം സമ്മേളനത്തിലെ സാന്നിധ്യവും ക്രൈസ്തവ സഭകൾക്കിടയിൽ വിശ്വാസ്യത നേടാനുള്ള തന്ത്രമാണ്. മുസ്ലിം വിഭാഗം, സമസ്ത, കാന്തപുരം വിഭാഗങ്ങളുടെ സമ്മേളന വേദിയിൽ പങ്കെടുത്തതും കോൺഗ്രസ് നൽകുന്ന പരിഗണന അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ശിവഗിരി മഠവുമായുള്ള അടുത്ത ബന്ധവും കർണാടകയിൽ മഠത്തിന് ഭൂമി അനുവദിക്കുന്നതിൽ അദ്ദേഹം നടത്തിയ ഇടപെടലും ശ്രദ്ധേയമാണ്. NSS നേതൃത്വവുമായി അദ്ദേഹം പുലർത്തുന്ന സൗഹൃദവും രാഷ്ട്രീയ കേരളം കൗതുകത്തോടെ വീക്ഷിക്കുകയാണ്. ഇതിനെല്ലാം പിന്നിൽ കേരളത്തിലെ ഭാവി മുഖ്യമന്ത്രി പദം തന്നെയാണ് എന്ന വിലയിരുത്തലും വരികയാണ്. കെ.സി. വേണുഗോപാലിന്റെ കേരളത്തിലെ വളർച്ച ഇടത് ക്യാമ്പിനെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ശബരിമല വിഷയത്തിലും കേന്ദ്ര അവഗണനയിലും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് വേണുഗോപാലിനെതിരെ രംഗത്ത് വരുന്നത് ഇതിന്റെ തെളിവ് കൂടിയാണ്. മണിശങ്കർ അയ്യരെ പോലെയുള്ളവരെ ഉപയോഗിച്ച് കോൺഗ്രസ് നേതൃത്വത്തെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുമ്പോഴും ഐഷ പോറ്റിയെ പോലെയുള്ള ഇടതു നേതാക്കളെ പാർട്ടിയിലെത്തിക്കാൻ കെ.സിക്ക് സാധിച്ചു എന്നത് ഇടതുപക്ഷത്തിന്റെ അടിത്തറ ഇളക്കുന്ന നീക്കമായി വിലയിരുത്തുന്നു. ലോക്സഭയിൽ കോൺഗ്രസിന്റെ അംഗസംഖ്യ 100 കടത്തുന്നതിലും ഇന്ത്യ സഖ്യത്തെ ശക്തിപ്പെടുത്തുന്നതിലും നിർണായക പങ്ക് വഹിച്ച ആളാണ് കെ.സി. വേണുഗോപാൽ എന്ന പ്രചാരണവും ശക്തമാണ്. പാർലമെന്റിൽ രാഹുൽ ഗാന്ധിക്കായി നടത്തുന്ന ശക്തമായ പ്രതിരോധങ്ങൾ അദ്ദേഹത്തെ ദേശീയ ശ്രദ്ധാ കേന്ദ്രമാക്കി മാറ്റുന്നു. ഹൈക്കമാൻഡിന്റെ താൽപര്യവും കേരളത്തിലെ സാമുദായിക സമവാക്യങ്ങളും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നത് പ്രായോഗികമായി അസാധ്യമാണെന്ന ചർച്ച കോൺഗ്രസിലും ശക്തമാണ്. വരും ദിവസങ്ങളിൽ PSC ഉദ്യോഗാർത്ഥികളുമായും യുവാക്കളുമായും അദ്ദേഹം നടത്തുന്ന കൂടിക്കാഴ്ചകളും മുഖ്യമന്ത്രിയെ ലക്ഷ്യം നിറയ്ക്കുന്നതാണ്. CPM ജനറൽ സെക്രട്ടറി MA ബേബി CPMന്റെ ഗൃഹ സന്ദർശനത്തിന്റെ ഭാഗമായി പാത്രം കഴുകിയപ്പോൾ മൗനം പാലിച്ച CPM നേതാക്കളും ശിവൻകുട്ടിയെ പോലെയുള്ള മന്ത്രിമാരുമാണ് ഇപ്പോൾ കെ.സി. വേണുഗോപാലിനെ പരിഹസിക്കാൻ രംഗത്ത് വരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്കിടെ ബാലുശ്ശേരിയിൽ വയോധികനെ കൊണ്ട് പെൻഷൻ തുകയുടെ പേരിൽ നാടകം നടത്തിയ CPM നേതാക്കളാണ് UDF പ്രകടന പത്രികയുടെ ഭാഗമായ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന വേണുഗോപാലിനെ അധിക്ഷേപിക്കുന്നത് എന്ന് കെ.സി. പക്ഷം ചൂണ്ടിക്കാണിക്കുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുമ്പോഴും കേരളത്തിൽ കൂടുതൽ സജീവമാവുകയാണ് കെ.സി. വേണുഗോപാൽ. വർത്തമാന കേരള രാഷ്ട്രീയത്തിലെ ഓരോ ചലനങ്ങളിലും കൃത്യമായ പ്രതികരണം നടത്തി നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇക്കഴിഞ്ഞ പാർലമെന്റ് സെക്ഷനിലും മിന്നും പ്രകടനമായിരുന്നു കെ.സി. വേണുഗോപാൽ നടത്തിയത്. പ്രതിപക്ഷ നേതാവിനെതിരെ സഭയിൽ സംസാരിക്കാൻ അനുവദിക്കാതെ മൈക്ക് ഓഫ് ചെയ്ത നടപടിക്കെതിരെ രംഗത്ത് വന്ന കെ.സി. വേണുഗോപാലിനോട് സ്പീക്കർ താങ്കൾ രാഹുലിന്റെ വക്കീലാണോ എന്ന് വരെ ചോദിക്കുന്ന സ്ഥിതിയിലെത്തിയിരുന്നു. ജനാധിപത്യ സംവിധാനത്തിന്റെ പ്രതിപക്ഷത്തെയും പ്രതിപക്ഷ നേതാവിന്റെ പങ്കും പ്രസക്തിയും ചരിത്രവും ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും ചൂണ്ടിക്കാണിച്ച കെ.സി. വേണുഗോപാൽ തിരിച്ചടിച്ചതും രാജ്യം ശ്രദ്ധിച്ചു. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെയും ശക്തമായി പ്രതിരോധിക്കാൻ അദ്ദേഹം മുന്നോട്ട് വന്നു എന്നതും നമ്മൾ ശ്രദ്ധേയമായിട്ട് കണക്കാക്കണം.